ഹായ് എവരിവൺ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതായത് ഈ ബമ്പർ ലിപ്പിൻ്റെ കാര്യം തിരക്കിയിട്ടാണ് ഒരുപാട് എൻക്വയറീസ് വരുന്നത്. ആക്ച്വലി ഇത് നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. നിലവിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ സ്കേർട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ മെർജ് ചെയ്യുന്ന പോലത്തെ ഒരു പാറ്റേൺ. അതായത് ഈ ബമ്പറിൽ നിന്നും ഈ സ്കേർട്ടിലേക്ക് ബോഡി ഒന്ന് കുറച്ച് വൈഡായി തോന്നിക്കാൻ വേണ്ടി നമ്മൾ കസ്റ്റം ചെയ്തെടുത്തേക്കുന്നതാണ്. മാരുതി ഇഗ്നിസിന് ഓൾറെഡി നമുക്ക് ജെന്യുവൻ പാർട്സിൽ നിന്ന് ബമ്പർ ലിപ്സ് അവൈലബിൾ ആണ്. അത് വരുന്നത് 4 പീസാണ്. 2 മുന്നിലും 2 ബാക്കിലുമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിരുന്നത് ആ ബമ്പർ ലിപ്പായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ബമ്പറിൽ നിന്നും ഈ ഒരു സ്കേർട്ടിലേക്ക് മെർജ് ചെയ്യുന്ന പോലെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നമുക്കിതിപ്പോൾ ഇത് മൂന്ന് പാർട്സായിട്ടാണ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ബമ്പറിന് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്കേർട്ടും, അതായത് ഇത് മൂന്ന് പാർട്സായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇൻ കേസ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബമ്പറിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ തന്നെ നമുക്കൊരു ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ, അതായത് നമ്മളിത് ഡിഫൻഡറിനെ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ ഈ ഒരു പോർഷനിൽ ചെയ്യാം എന്നാണ് കരുതിയത്. കാരണം ഡിഫൻഡറിൻ്റെ ഈ ഒരു ഡിസൈൻ ഇവിടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മളത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ലൈനും ഈ പോകുന്ന ലൈനും എന്നുള്ള രീതിയിൽ ഇതിലൊരു ഒരു കണക്റ്റിംഗ് എന്ന പോലെ ഒരു രീതിയിലാണ് നമ്മളിതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പൊതുവെ ഒരുപാട് ഇഗ്നിസിൽ കണ്ടുവരുന്നുണ്ട്. ആക്ച്വലി നമ്മളാണ് ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മളാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. പൊതുവെ ഹാഷ് ബാക്ക് വണ്ടികളിൽ കാണുന്നതാണ് ഈ സ്പോയിലർ. ഇതിന് ബാറ്റ്മാൻ സ്പോയിലർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇഗ്നിസിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവർ വെച്ചിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഇഗ്നിസിൽ വരുന്ന സ്റ്റോക്ക് സ്പോയിലറിൻ്റെ മണ്ടയ്ക്കാണ് ബാറ്റ്മാൻ സ്പോയിലർ ആഡ് ചെയ്തത്. പക്ഷേ നമ്മൾ ഇത് ഡയറക്റ്റ് ബോഡിയിലാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മളിത് ഇഗ്നിസിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പാടായിരിക്കും. കാരണം എന്താ വെച്ചാൽ സ്പോയിലറിൻ്റെ ഈ ഒരു കുറച്ച് പോർഷൻ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡിയെ തട്ടാൻ ചാൻസ് എന്നല്ല, അത് തട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം, അതായത് സ്പോയിലറിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഇഗ്നിസിന് ചേരുന്ന രീതിയിൽ നമ്മൾ കസ്റ്റം ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചാൽ ബാക്ക് ബമ്പർ നമ്മൾ ഫുൾ കസ്റ്റം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് Type 3 സ്വിഫ്റ്റിൻ്റെ സ്കേർട്ടും ആഡ് ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ വണ്ടിയുടെ പെയിൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. അത് കുറച്ച് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല. വൈകാതെ തന്നെ വണ്ടിയുടെ കളർ ചേഞ്ചും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബമ്പറും സ്കേർട്ടും പിന്നെ കുറച്ച് അഡീഷണൽ വൈറ്റ് ബോഡി കിറ്റും, അതായത് വേൾഡിൽ ഇഗ്നിസിന് ആരും ചെയ്യാത്ത രീതിയിൽ ഒരു ബോഡി കിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലവിൽ നമ്മളെല്ലാം പ്ലാനിങ് ആണ്. വൈകാതെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇഗ്നിസ് കൊണ്ടുവരുന്നതാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്ക് ബമ്പറാണ്. ബാക്ക് ബമ്പർ നമ്മൾ ഈ വണ്ടിയിൽ മോസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് ആരും ചെയ്യാത്ത ഒരു സ്പെക്ക് എന്ന രീതിയിലാണ് ഇഗ്നിസിനെ നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് ബമ്പർ ആണെങ്കിൽ തന്നെയും അതും മറ്റൊരു വണ്ടിയിൽ ആരും ട്രൈ ചെയ്യാത്ത ഒരു പാറ്റേണാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഗ്നിസിന് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്ക് വശമാണ്. അതായത് ഈ പോർഷൻ, അത് ഈ ടെയിൽ ലാമ്പിൻ്റെ ഈ പോർഷനിൽ നിന്നും ഈ വീൽ ആർച്ചിലേക്കുള്ള ഈ ഒരു സ്ലോപ്പ്, ഇതാണ് പൊതുവേ നമ്മൾ ഇഗ്നിസിൻ്റെ ഒരു ദോഷമായിട്ട് പറഞ്ഞു വരുന്നത്. പക്ഷേ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതും നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാം കൂടെ എടുത്ത് ചെയ്യാനായിട്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്, കാരണം നമുക്ക് മറ്റ് വർക്കുകളും പെൻഡിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സ്വന്തം വണ്ടിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളത് സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ വണ്ടി മുഴുവനായിട്ടും ഫുള്ളി നമ്മൾ കസ്റ്റം ചെയ്ത് ഇറക്കുന്നതായിരിക്കും.
ഇതുവരെ ഈ വണ്ടി ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ വെളിയിൽ ആരും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പെയിൻറ്റിങ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വണ്ടിയിലും എല്ലാ കസ്റ്റമായ വണ്ടികളിലും പെയിൻറ്റ് വരുന്ന പല കളേഴ്സ് വരുന്നതായിരിക്കും. പക്ഷേ ഇതിൽ വണ്ടിക്ക് മാച്ച് എന്ന രീതിയിൽ ഏത് കളറാണോ തോന്നുന്നത് അതായിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതും മേ ബി അത് ചിലപ്പോൾ അത് മറ്റു വണ്ടിക്ക് ഈ കളർ സെയിം വന്ന് കാണും. എങ്കിലും നമ്മൾ മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വണ്ടിയുടെ ഡിസൈനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ നല്ലൊരു എല്ലാം ഓൾറെഡി സ്കെച്ചഡ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നെ ഇപ്പോൾ ഇതേ ഉള്ളൂ. ബാക്കി നമുക്ക് വൈകാതെ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിലെന്തൊക്കെയാണ് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. എല്ലാവർക്കും ബൈ. എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ബ്രദറാണ് ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മൾ കസ്റ്റം നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ ആക്ച്വലി റാപ്പിങ്ങും പെയിൻറ്റിങ്ങും മറ്റ് പരിപാടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കങ്ങനെ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ലോഞ്ച് അത് ഉടനെ കാണത്തില്ല, എങ്കിലും വൈകാതെ തന്നെ കാണും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും ഒക്കെ കാണും. ഒന്ന് എല്ലാവരും ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. നിലവിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഈ ബമ്പർ ലിപ്പിൻ്റെ അതായത് ഈ സ്റ്റോക്ക്, അതായത് ഈ ഒരു പോർഷൻ ഇതേ സെയിം ടൈപ്പ് തന്നെയാണ് വണ്ടിയുടെ ഫ്രണ്ടിലും വരുന്നത്. ഇത് നമുക്ക് സുസുക്കി ജെനുവിൻ ഷോറൂമിൽ ജെനുവിൻ പാർട്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ താങ്ക് യു.